പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി ബി.ജെ.പി. പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. കണ്ണാടി മേഖലയിലാണ് പണം വിതരണം ചെയ്തത്. സ്ഥലത്തുണ്ടായിരുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും കോൺഗ്രസിന്റെ ആക്ഷേപമുണ്ട്. ഈ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. നിങ്ങളുടെ വാടക നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാണാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? എടുക്കാൻ പറ്റില്ല. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. വീഡിയോ എങ്ങനെ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ഉണ്ടെന്താ നിങ്ങൾ ആദ്യം എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിച്ചത്? അല്ല, നിങ്ങളപ്പോ അതിനോട് സംസാരിക്കും ചെയ്തോളി. ഈ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ആദ്യ ദൃശ്യത്തിൽ ഒരു വയോധിക പണം വാങ്ങുന്ന ദൃശ്യം ഉണ്ടായിരുന്നു. ഈ പണം നൽകുന്ന ആൾ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന് അടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ബാനർ പതിച്ച വാഹനത്തിനടുത്തേക്ക് പോകുന്ന ഈ ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടതാണ്. അതിലൊരു വാഹനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യവും ശോഭാ സുരേന്ദ്രൻ ആ വീഡിയോ പകർത്തിയ ആളുകളുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളും മൂന്നാമത്തെ ദൃശ്യം ഈ ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടതാണ്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തുന്നവരുമായി തർക്കിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം തന്റെ വാഹനത്തെ പിന്തുടർന്ന് ചില ആളുകൾ വരുന്നുണ്ടായിരുന്നു, അവരുമായാണ് തർക്കിച്ചത് എന്നാണ്. അത് മാത്രമല്ല ആ പണം നൽകിയ ആളെ അറിയില്ല എന്നും ആദ്യ ദൃശ്യത്തിലുണ്ടായിരുന്നയാളെ അറിയില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന വിശദീകരണം. അതേസമയത്ത് തന്നെ പണം വാങ്ങിയതായി കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന വയോധികയുടെ വീട്ടുകാർ പറയുന്നത് മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. അത് വയോധിക തന്നെ പറയുകയാണ്, മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്ന് കുടുംബവും വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദമാവുകയാണ് ഈ വിഷയം. പാലക്കാട് വോട്ടിന് വേണ്ടി ബി.ജെ.പി. പ്രവർത്തകർ പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി പണം വിതരണം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് തെളിവായി ഈ 3 ദൃശ്യങ്ങളും അവർ പുറത്തുവിടുകയാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇവയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇത് തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആരും ഇങ്ങനെ പണം നൽകിയിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. ആ പണം വാങ്ങിയതായി ദൃശ്യത്തിൽ കാണുന്ന വയോധികയുടെ പ്രതികരണമുണ്ട്, അതുകൂടി കാണാം. 4000 ഉണ്ട്. അതല്ല ആ ശോഭ തരാ പറഞ്ഞു. അന്നാ തരാ പറഞ്ഞു. കൈ കൊടുത്താണ് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. തൊഴുതും ഒക്കെ ചെയ്യും. കാല് കൊടുത്തു നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് കുട്ടി വേഗം തന്നു. ശരി, ഉള്ളിപ്പൊക്കണം. വയ്യാണ്ട് കറക്കണം തന്നെ. ശരി ശരി ശരി. 5 മാസം കറക്കണം. അപ്പൊ പൈസ കിട്ടിയില്ല? അവരോട് അമ്മ പൈസ ചോദിച്ചൂലേ? പൈസ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം മരുന്ന് വാങ്ങാനായി പണം ചോദിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും
വലിയ രീതിയിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ UDF ഉയർത്തിക്കൊണ്ടുവരികയാണ്. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, 2 മണിക്ക് ഞാൻ മറ്റൊരു ദൃശ്യം പുറത്തുവിടാം എന്ന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതുവരെയുള്ള ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ വോട്ടിന് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. പക്ഷേ ശോഭ അവരുമായി തർക്കിക്കുന്നതുമുണ്ടായിരുന്നു, തന്നെ പിന്തുടരുകയായിരുന്നു. ചില കോൺഗ്രസുകാർ തന്റെ വീഡിയോ പകർത്തുകയായിരുന്നു. വീഡിയോകൾ തമ്മിൽ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ശോഭ നൽകുന്ന വിശദീകരണം. ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പറയുന്നത് പോലെയാണെങ്കിൽ വലിയ തോതിൽ തന്നെ അത് BJPക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നത് തന്നെയാണ്. വോട്ടിന് വേണ്ടി പണം നൽകി എന്ന ഗുരുതരമായ ആരോപണമാണ് ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം ഇവിടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഒരു വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ വയസ്സായ സ്ത്രീയുടെ കൂടെ പോകുന്നു, അവർ തിരിച്ചു പോരുന്നു. തുടർന്ന് അവർ നൽകിയ പണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പണം നൽകിയെന്ന് സാധൂകരിക്കാവുന്ന തെളിവായിട്ട് ഇതിനെ കാണാൻ കഴിയും. തുടർന്ന് ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ ശോഭയുടെ പ്രചരണ വാഹനങ്ങൾക്കരികിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJP ഇതിനെ പ്രതിരോധിക്കാൻ വലിയ പാടുപെടുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിന് വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് വോട്ടിനായി പണം നൽകിയെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീ പണം കൊടുത്തതിന് ശേഷം ആ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ നടന്നു വരുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ, അനുമോദ് പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ ഒന്നിൽ ശോഭയുണ്ടായിരുന്നു എന്നാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ആ വാഹനത്തിൽ ശോഭ ഇരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് തങ്ങളോട് കയർത്തത് എന്നും അവർ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രതിരോധത്തിലാവുന്നത് ഇപ്പോൾ കാണുന്ന വാഹന വ്യൂഹത്തിൽ ഒന്നിൽ ശോഭയുണ്ടെങ്കിൽ അതൊരു വലിയ രീതിയിലുള്ള പ്രതിരോധം, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ BJPക്ക് ഉണ്ടാക്കുമല്ലോ. പക്ഷെ ശോഭ പറയുന്നത് എന്തോ അവരുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടെന്നാണല്ലോ. തീർച്ചയായും അവിടെ ആ 2 ദൃശ്യങ്ങൾ തമ്മിലൊരു കണക്ടിവിറ്റിയുടെ കുറവുണ്ട്. അതായത് ഈ പണം കൊടുത്തു എന്ന് കരുതുന്ന അല്ലെങ്കിൽ വെള്ള ചുരിദാറിട്ട സ്ത്രീ നടന്നു പോയിട്ട് ശോഭയുടെ വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാണ് കരുതുന്നത്. അവർ പോകുന്ന ദൃശ്യങ്ങളും പിന്നീട് തുടർച്ചയായിട്ട് ആ വാഹന വ്യൂഹത്തിൽ ശോഭ ഇരിക്കുന്ന ദൃശ്യങ്ങളോട് പുറത്തുവിട്ടുള്ളത്. ഇത് തമ്മിൽ, അതായത് ഈ പണം കൊടുത്തത് ശോഭയുടെ കൂടെയുള്ള സ്ത്രീയാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വരേണ്ടത്. ആ ചിത്രങ്ങൾ ആ വീഡിയോകൾ ഓടിച്ചു നോക്കുമ്പോൾ ആ പണം കൊടുത്ത ആ സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ ആ ഡോർ തുറക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ശോഭ ഇറങ്ങി വരുന്ന സമയത്ത് അതുകൂടി കാണാമല്ലോ ആ 2ാമത്തെ ദൃശ്യത്തിൽ. ആദ്യം പറഞ്ഞെന്താ ഇത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യത്തിനുണ്ട്. ഒട്ടേറെ വിവാദങ്ങൾ അല്ലെങ്കിൽ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിനുണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനം നിശബ്ദ പ്രചരണ ദിവസം വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം കോൺഗ്രസ് തെളിവ് സഹിതം അല്ലെങ്കിൽ കോൺഗ്രസ് ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുമ്പോൾ അവിടെ BJP പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ആ ദൃശ്യങ്ങൾ പകർത്തിയ ആളെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പ്രകോപിതയെ സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യങ്ങളുടെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിരോധിക്കാൻ BJP പ്രതിരോധത്തിലായതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ പൊട്ടിത്തെറിക്കുകയും മറ്റും ക്ഷുഭിതയായിട്ട് സംസാരിക്കുകയും കയ്യേറ്റം ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ഇനി എന്ത് നടപടി എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറോട് എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി ആവശ്യപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഈ ശോഭാ സുരേന്ദ്രന്റെ കൂടെയുള്ള സ്ത്രീയാണ് ഈ പണം നൽകിയതെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ വലിയ തോതിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അഴിമതി നിരോധന നിയമപ്രകാരം ജയിച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് അയോഗ്യത, അവരുടെ ആ ജയം റദ്ദാക്കപ്പെടും. അല്ലെങ്കിൽ അവർ 6 വർഷത്തേക്ക് മത്സരിക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യം, അയോഗ്യത വരും. അത്തരത്തിൽ നിയമപരമായിട്ട് തന്നെ ഇതിന് ഒട്ടേറെ കുരുക്കുകൾ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് നിയമപരമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വിവാദത്തിൽ ഈ പാലക്കാട് കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ്, നേരത്തെ ആ വീട് കണ്ടിരുന്നു. ആ വീട്ടിലെ വയോധികയാണ് പണം വാങ്ങിയതായിട്ട് ദൃശ്യങ്ങളിൽ ഉള്ളത്. പണം വാങ്ങിയ വയോധികയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയതും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്.